ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രാഫ്റ്റ് അല്ല കേട്ടോ, നമ്മുടെ കേക്ക് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സീരീസിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ബാഗാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ബാഗൊക്കെ ആകുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുക, ആദ്യം തന്നെ ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു സിൽവർ കളറിലുള്ള ഒരു കളറായിരിക്കും, കണ്ടോ, ഇതുപോലത്തെ ഒരു കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നനയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇതിൽ ഫുഡ് പാക്കേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം, തുറന്നിട്ടും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പിന്നെ ഇരുന്ന് അതിൽ അഴുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഡിഷ് വാഷ് ചെയ്ത് നന്നായിട്ട് സോപ്പ് ഇട്ട് വാഷ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഒട്ടും ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് ഒന്നും ഇതിലില്ലാതെ നമ്മൾ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ കവറ്, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒക്കെ ചെയ്യാം. അതൊക്കെ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ഫുഡിൻ്റെ തന്നെ ആകുമ്പോൾ നമ്മളിനി ഫുഡിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. പിന്നെ അതുമല്ല, നമ്മളിപ്പോൾ കേക്കിൻ്റെ സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് കാലിയായിട്ടുള്ളത് നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലിതാ ഇങ്ങനെ ഒരു സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു നോസിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, പറഞ്ഞില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മറ്റേത് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അതിനെ റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ആ ഒരു സ്ക്വയർ പീസിന് സ്ക്വയറോ റെക്ടാങ്കിൾ എന്തായാലും കുഴപ്പമില്ല, കോൺ പോലെ ആക്കിയിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റ് നമ്മൾ സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളതിനിങ്ങനെ കോണാക്കുക. അതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോണാക്കി വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ സെല്ലോ ടേപ്പിൽ നമ്മളുടെ ആ ഷീറ്റ് ഒട്ടിയിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ടേപ്പിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക, കണ്ടോ, ഇതുപോലെ ഒട്ടിച്ച് നമ്മുടെ ആ ഷീറ്റ് കേട്ടോ, സ്ക്വയർ ഷേപ്പിലുള്ള നമ്മുടെ ആ ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിച്ചിട്ട് ഇതുപോലെ കോണാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പം ഇനി ചിലപ്പോൾ കോണാക്കുന്ന സമയത്ത് ഇതുപോലെ എക്സസ് ആയിട്ട് നമ്മളുടെ കുറച്ച് സെല്ലോ ടേപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം എക്സസ് ആയിട്ട് നിൽക്കുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമ്മളിങ്ങനെ റോൾ ചെയ്യാം. അതായത് ഇങ്ങനെ കോൺ ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ അതൊരു കോൺ ഷേപ്പ് കിട്ടിക്കോളും. ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, കണ്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ വന്ന് ലാസ്റ്റ് നമ്മളുടെ ആ സെല്ലോ ടേപ്പിൽ അങ്ങോട്ടി അവിടെ അങ്ങ് നിന്നോളും. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ സെല്ലോ ടേപ്പ് കുറച്ച് വലുതാണ്, അതുകൊണ്ട് ഇതിങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നന്നായിട്ട് ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മുകൾ ഭാഗം തൊട്ട് അടിഭാഗം വരെ നന്നായിട്ട് ഒട്ടിച്ച് ഉറപ്പിച്ച് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അതിനുശേഷം എന്താ നമ്മൾ വീണ്ടും അതിനെ ഷേപ്പ് ചെയ്യാണ്. ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് നോസിലിന് സാധാരണ റൗണ്ട് ഷേപ്പ് ഉണ്ടാവില്ല, അതുപോലെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ ഉള്ളിൽ ഭാഗത്ത് നമുക്ക് കാണാം രണ്ടെണ്ണമായിട്ട് ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കാണാം. അവിടെ നമ്മളൊരു പീസ് ഓഫ് സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം, ആ ഭാഗം ക്ലോസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അതിനെ ഇങ്ങനെ പുറത്തോട്ട് വലിച്ച് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമൊക്കെ ഇടുമ്പോൾ അത് ഉള്ളിലോട്ട് പോയിട്ട് ആകെ പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി, അതായത് ഒരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ പുറത്തോട്ടൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളത് സീൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടെ കാണാം, നമുക്ക് ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യുന്നത് കാണാം. ഒരു പീസ് വെച്ച് കൊടുത്തു, സെല്ലോ ടൈപ്പിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്, കണ്ടോ. ഒന്ന് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കോർണർ ഷേപ്പിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്, കണ്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഭാഗം എക്സസ് ആവാത്ത പോലെയാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ
കോൺ പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെല്ലോ ടേപ്പിൻ്റെ ഭാഗം വന്ന് അവിടെ നിന്ന് ഒട്ടിക്കും. ഓക്കെ, ഇനി നമ്മൾ ആ സെല്ലോ ടേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെല്ലോ ടേപ്പ് നല്ല നീളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നമ്മളൊരു ചെറിയ പീസ് ഓഫ് ടേപ്പ് വെച്ചിട്ട് എവിടെയെങ്കിലും ആവാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെയാണെങ്കിലും നന്നായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് ഇതിൻ്റെ മുകളിൽ എക്സസ് ആയിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അതിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് നല്ല ഇതിലുള്ളത് കൊണ്ട് വീണ്ടും അത് കളയണ്ടല്ലോ വെച്ചിട്ട് അത് തന്നെ കട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് എത്ര പൈപ്പിംഗ് ബാഗ്സ് ഉണ്ടാക്കണോ, അല്ല പൈപ്പിംഗ് നോസിൽസ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ കോണാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കുറച്ച് കോൺ ഷേപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. എന്നിട്ട് എല്ലാം കൂടെ ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോകണം. അത് 2 സ്റ്റെപ്പും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് കോൺ ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ശരിയാക്കാം. ആദ്യം തന്നെ നമ്മളുടെ ഇങ്ങനെ ഡോട്ട് പോലത്തെ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഡോട്ട് ഉണ്ടല്ലോ അതിന് എത്ര വലുപ്പം വേണമെങ്കിലും നമുക്ക് ചെയ്യാം, വലുതും ചെറുതുമായിട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ വേറൊരു ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇത്തിരി കുറച്ച് വലിയ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിനെ കറക്റ്റായിട്ട് റൗണ്ട് ആക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് നമ്മൾ ഫിംഗർ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, ഒരു വി ഷേപ്പിൽ. ഓക്കെ, വി ഷേപ്പ് ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വി സ്റ്റാർട്ട് ചെയ്യാം. അതായത് ആ വി അവസാനിച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്തത് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുറ്റും കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാർ നോസിൽ എന്ന് പറയുന്ന നോസിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് കട്ട് ചെയ്യുക. ഗ്യാപ്പ് ഇടരുത്, ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരു വി കട്ട് ചെയ്ത് എൻ്റെ ആ ഒരു എൻഡിൽ നിന്ന് വേണം അടുത്തത് കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റാർ നോസിൽ. ഈ നോസിൽ ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ക്ലോസ് ആക്കി യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഫിംഗറും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു എല്ലാതും ഒരേ ലെവലിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത സ്റ്റാർ വേണമെങ്കിൽ ഇങ്ങനെ ഫിംഗറും ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റാറും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത ഇത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും നമ്മൾ ഒരെണ്ണം ചെയ്യാണ്. ഇങ്ങനെ ഒരു ക്രോസ് ഷേപ്പിൽ കട്ട് ചെയ്യാണ്. ജസ്റ്റ് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫ്ലവർ നോസിൽസ്, അതായത് റോസ് പെറ്റൽസ് ഒക്കെ ചെയ്യുമല്ലോ നമ്മൾ, അത് റോസറ്റ നോസിൽ എന്ന് പറയുന്ന ഈ നോസിലാണിത്. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു കോർണറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മളൊന്ന് പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമ്മുടെ ആ ഒരു റോസറ്റ നോസിലും ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത നോസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു വി മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, സെൻറ്ററിലാണ് കേട്ടോ നമ്മൾ വി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും സൈഡിലോട്ട് നമ്മളിങ്ങനെ വി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റാർ നോസിൽ നിന്ന് നമ്മൾ ചെയ്തല്ലോ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു അമർത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ വി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം സെൻറ്ററിൽ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ കറക്റ്റ് ആ ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ശേഷം 2 സൈഡിലും ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു സൈഡ് ഭാഗത്തും നമ്മൾ 2 സൈഡ് ഭാഗം ഉണ്ടല്ലോ അവിടെയും ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ് നോസിൽ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വീണ്ടും റൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സെൻറ്ററിൽ നമ്മൾ വി കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സെൻറ്ററിൽ വി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് കറക്റ്റാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ കേർവി ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലും ആ ഒരു കേർവി ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ എന്താണ് പെറ്റൽ നോസിൽ. കണ്ടോ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ നോസിൽസ്. ഇനി നമുക്ക് ഈ നോസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം.
നോക്കാം. ഡോട്ടഡ് നോസിൽസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു പൈപ്പിംഗ് ബാഗിലാണ് പൈപ്പിംഗ് ബാഗിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു എന്താ പറയുക സീൽഡ് ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തു. സാധാരണ നമ്മൾ നോസിലിടുന്ന പോലെ കട്ട് ചെയ്തു. എന്നിട്ട് അതിൽ പൈപ്പിംഗ് ചെയ്ത് കൊടുത്തു, ഐസിങ് ഇട്ട് കൊടുത്തു. ഇതുപോലെ എന്നിട്ട് ഡോട്ട് ചെയ്തെടുക്കാൻ മതി. ഇത് വളരെ ചെറിയൊരു ഡോട്ട് നോസിലാണ് നമ്മൾ ഇട്ടത്, അതുകൊണ്ടാണ് ചെറിയ ഡോട്ട് ഇട്ടത്. വലിയ ഡോട്ട് ഇടണമെങ്കിൽ അത് കുറച്ചങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വലിയ ഡോട്ടുകൾ നമുക്ക് കിട്ടും. കണ്ടോ? ഇനി നമ്മൾ സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തത്. കണ്ടോ? ഇതാണ് സ്റ്റാർ നോസിൽസ്. പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ സ്റ്റാർസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ വേറൊരു നോസിൽസ് നമുക്ക് ബാസ്ക്കറ്റ് നോസിൽസ് ഇത് ലീഫ് നോസിലാണ്. ലീഫ് നോസിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടും. ഇത് വൈറ്റിൽ ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇത് നമ്മുടെ ബാസ്ക്കറ്റ് നോസിലാണ്. ബാസ്ക്കറ്റ് നോസിലിനെ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. സാധാരണ നമ്മുടെ ബാസ്ക്കറ്റ് ഡിസൈൻ ചെയ്യുന്ന പോലെ സ്ട്രെയിറ്റ് പിന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലിൽ നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാസ്ക്കറ്റ് നോസിലും ചെയ്തെടുക്കാൻ പറ്റും. ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ബാസ്ക്കറ്റ് നോസിലിൽ വെച്ച് ചെയ്യുന്നതിൻ്റെ ഏകദേശം അതൊക്കെ ആ ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ഫ്ലവർ നോസിൽസ്. ഫ്ലവർ നോസിൽസ് ഇങ്ങനെയാണ് നമ്മൾ ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഫ്ലവർ നോസിൽസ് വരുന്നത്. ഇത് ഞാൻ ഫ്ലവറിൽ ചെയ്ത് കാണിക്കാം. ഇതാ കണ്ടോ, ഇതുപോലെ നമുക്ക് റോസ് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം നമ്മുടെ ആ ഫ്ലവർ നോസിൽ വെച്ചിട്ട്. ഇത് ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫ്ലവർ നെയിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവർ കാണാം. പ്ലേലിസ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലിടാം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഹോം മെയ്ഡായിട്ട് മാത്രമായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡായിട്ടുള്ള ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെറുതെ ഇത് മേടിച്ച് പൈസ കളയണ്ടല്ലോ. നമുക്കത് കുറേ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അതിനുശേഷം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാം. ഓക്കെ. അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യാൻ ഓക്കെ ആണ് കേട്ടോ. അത് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വരുന്നവരേക്കും ബൈ. താങ്ക് യു ഓൾ.